ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, എപ്പീഷ്യ പ്ലാന്റിൻ്റെ വീഡിയോ ആണ്. ഇപ്പോൾ മഴക്കാലത്താണെങ്കിലും എപ്പീഷ്യ പ്ലാന്റ് നന്നായിട്ട് പൂവിടുന്ന ഒരു സമയം കൂടിയാണ്. നമുക്ക് പല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പ്ലാന്റ് ആട്ടോ എപ്പീഷ്യ പ്ലാന്റ്. ഹാങ്ങിങ് ആയിട്ടും വെർട്ടിക്കൽ ഗാർഡൻ ആയിട്ടും മതിലിലൂടെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റാണ്. നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള എപ്പീഷ്യ പ്ലാന്റ് ഉണ്ട്. എപ്പീഷ്യ പ്ലാന്റ് ഇതിപ്പോൾ നമ്മൾ ഹാങ്ങിങ് ആയിട്ട് വെച്ച് കൊടുത്തതാണ്. 2-3 ഹാങ്ങിങ് പോട്ടിലായിട്ട് നമ്മൾ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ റെഡ് കളറിൽ വരുന്നതാണ്. ഈ ഒരു എപ്പീഷ്യ പ്ലാന്റ് വേറെ കളറാണ്. നമുക്ക് അതിൻ്റെ ലീഫ് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഒരു ബ്രൗൺ ടച്ച് വരുന്നൊരു ലീഫുകളാണുള്ളത്. ഇതിൻ്റെ പൂവെന്ന് പറയുന്ന ഒരു ഓറഞ്ച് പിങ്ക് ഷെയ്ഡിലുള്ള പൂവാട്ടോ. അപ്പോൾ ഇതിപ്പോൾ പൂവ് ഉണ്ടായിട്ടില്ല, കൊഴിഞ്ഞു പോയതാണ് പൂവുണ്ടായത്. പിന്നെ ഇതന്നെ ഈ ഒരു റെഡ് പൂവ് വരുന്നത് തന്നെ അതിൻ്റെ ലീഫിൽ വെറൈറ്റി ആയിട്ട് വരുന്നുണ്ട്. ഈ ഒരു ലീഫ് നോക്കിയാലറിയാം, ഒരു ഹാഷ് അതുപോലെ തന്നെ സിൽവർ കളർ ടച്ച് വരുന്നതാണ്. മഴക്കാലത്ത് നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇത് കൂടുതലായിട്ട് പൂവിടും തോന്നുന്നു. ഒരുപാട് മുട്ടുകളും അതുപോലെ തന്നെ പൂക്കളൊക്കെ ഉണ്ട്. ഈ ലീഫ് തന്നെ നല്ല ലാർജ് ആവുന്ന ലീഫുകളും ഉണ്ട്. അതൊന്ന് കാണിച്ചു തരാം. ഇതൊക്കെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ലീഫുകളാണ് ഇതിനുള്ളത് തന്നെ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് പൂവില്ലാതെ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. ഇപ്പോൾ തന്നെ നമ്മൾ നോക്കും, നല്ലൊരു ബൾക്കായിട്ട് ഒരുപാട് നമുക്ക് ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് പൂവില്ലെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ്. ഈ ഒരു കോൺട്രാസ്റ്റ് ആയിട്ടൊരു ഗ്രീനും അതുപോലെ തന്നെ നല്ലൊരു ആഷ് സിൽവർ ടച്ചാണ് ഇതിൽ വരുന്നത്. ഇതെല്ലാം കൂടി കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു ലീഫാണ്. ഈ ഒരു സിൽവർ ടച്ച് വരുന്നുണ്ടെങ്കിലും മൊത്തത്തിൽ വരുന്നില്ല. ഒരു നല്ലൊരു വര പോലെയാണ് വരുന്നത്. നമുക്ക് ഓരോ ലീഫ് നോക്കുമ്പോഴും അതിൻ്റെ പ്രത്യേകത മനസ്സിലാകാൻ പറ്റുന്നതാണ്. എപ്പീഷ്യ പ്ലാന്റ് എപ്പോഴും നമ്മൾ നട്ടു കൊടുക്കുമ്പോൾ ഒരു ലൈറ്റ് ഷെയ്ഡ് തീരെ കുറഞ്ഞ സ്ഥലത്ത് വേണം വെക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് കിട്ടാനും വേണ്ടിയിട്ട് നോക്കണം. ഇല്ലെങ്കിൽ ചെടികൾ ഇതുപോലെ പൂവിടില്ല. അപ്പോൾ നമുക്കിപ്പോൾ മഴയാണെങ്കിലും ഇടയ്ക്ക് കിട്ടുന്ന ആ വെയിൽ കൊണ്ട് തന്നെയാണ് ഈ ചെടിയൊക്കെ ഇത്രയും നന്നായിട്ട് തഴച്ച് വളർന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു ചെടിയുടെ പോട്ടി മിക്സ് പറയുകയാണെങ്കിൽ നല്ലോണം വെള്ളം വാർന്നു പോകുന്ന മണ്ണിൽ വേണം നട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട്. എപ്പോഴും ഒരു ചരൽ കളർന്ന മണ്ണിൽ വേണം നട്ടു കൊടുക്കാൻ. അതുപോലെ തന്നെ ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് നട്ടു കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഇലകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് പൂക്കളൊക്കെ ഇടുന്നതായിരിക്കും. ഇത് നമ്മളടുത്തുള്ള വേറൊരു എപ്പീഷ്യ പ്ലാന്റാണ്. ഇതിൻ്റെ ലീഫ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഒരു വെറൈറ്റി ആയിട്ടുള്ള കളറാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പൂവ് വരുന്നത് പിങ്ക് ഷെയ്ഡിലാണ്. നമുക്കിവിടെ റെഡ് അതുപോലെ തന്നെ ഒരു പിങ്ക് ഷെയ്ഡുള്ള പൂവാണിലാണ് പൂക്കൾ അധികം ഇടുന്നത്. നമുക്ക് പുതിയൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡും കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ഓറഞ്ച് ഷെയ്ഡിൽ വരുന്ന പൂവ്. ഇതിൻ്റെ ലീഫ് നോക്കിയാൽ ഒരു പ്രത്യേകതയാണ്. ഓൾമോസ്റ്റ് എല്ലാം ഒരു ഗ്രീൻ കളറിൽ ആഷ് ടച്ച് വരുന്നുണ്ടെങ്കിലും ഓരോ ലീഫ് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വ്യത്യാസം ഉണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ ഇതിനായിട്ട് നമ്മളൊരു പോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലോണം ഹോളുള്ള പോട്ട് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പോട്ടി മിക്സ് ആയിട്ട് മണ്ണും ചാണകപ്പൊടിയും ചരലും കൂടിയും ചേർന്നിട്ടുള്ള മിശ്രിതമാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളെ വീട്ടിൻ്റെ അടുത്തുനിന്ന് ഒരു വീട്ടിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. അതാണ് പൂവായിട്ട് അങ്ങനെ കാണാത്തത്. അപ്പോൾ ഇത് പൂവിട്ട് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എപ്പീഷ്യ പ്ലാന്റ് വളർത്തിയെടുക്കാവുന്നതാണ്. നല്ല രീതിയിൽ ചെടി വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കി ഭാഗത്തും കൂടി മണ്ണിട്ട് നമ്മൾ പോട്ട് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയൊരു എപ്പീഷ്യ പ്ലാന്റിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.